സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, നമ്മൾ ഇന്നിപ്പോ ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും പുതിയൊരു ഡ്രോണിനെ കുറിച്ചാണ്. അതായത് ഈ കാദക് ഡ്രോണിന്റെ പ്രത്യേകത, അത് മറ്റ് ലോകരാഷ്ട്രങ്ങളെ ഏത് തരത്തിലാണ് കാദക് ഡ്രോണിൽ ഒരു അതിശയം മറ്റ് ലോകരാഷ്ട്രങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്, അത് നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് എത്ര കണ്ട് ഗുണകരമായിരിക്കും? അയ്യപ്പദാസ് സൂചിപ്പിച്ചതുപോലെ ഘാതക് ഡ്രോൺ ലോകത്തിന് തന്നെ ഒരു അതിശയമായി മാറുകയാണ്. സാധാരണ ഡ്രോണുകളൊക്കെ തന്നെ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് ആ ഡ്രോണുകളിലാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ ലോകത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. അവരുടെ ബൈറക്ടർ TB അല്ലെങ്കിൽ അക്കിൻസി, ബൈറക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഒരു 25,000 അടിക്കും 30,000 അടിക്കും ഇടയ്ക്കുള്ള ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകൾ, ഏതാണ്ട് 24 മണിക്കൂർ തൊട്ട് 28 മണിക്കൂർ വരെ ആകാശത്തിൽ ഒരു തുടർച്ചയായിട്ട് പറക്കാൻ ശേഷിയുള്ളവ. അത് കഴിഞ്ഞാൽ അക്കിൻസി എന്ന് പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ, അതായത് 30 മണിക്കൂറിലധികം ആകാശത്ത് ഒരു 40,000 അടിയോളം ഉയരത്തിൽ പറക്കുന്ന, അമേരിക്കയുടെ കൈവശം നിന്നും ഇന്ത്യ വാങ്ങിച്ച പ്രഡേറ്റർ ഡ്രോണുകളൊക്കെ ആ കാറ്റഗറി പെടുന്ന, ഇസ്രായേലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെടുത്തിരിക്കുന്ന ഹെറൺ എന്ന ഡ്രോൺ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഇസ്രായേലിന്റെ സാങ്കേതിക സഹായത്തോടുകൂടി നമ്മൾ അദാനി ഡിഫൻസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരുണ്ടാക്കുന്ന ഹെർമീസ് 900, ഇന്ത്യയിൽ അതിന് ദൃഷ്ടി 10 എന്നാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു 1.5 ടൺ 2 ടൺ എന്ന ഒരു ഭാരമാണ്. ആകെ അത് വഹിക്കുന്ന ആയുധങ്ങളുടെ ഭാരം എന്ന് പറയുന്നത് ഒരു 300 കിലോ 400 കിലോ ഒക്കെയാണ്. ഇവിടെയാണ് ഘാതക് ഡ്രോൺ ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ടാക്സി ട്രയൽ എന്ന് പറയുന്ന, അതായത് അത് ഭൂമിയിലൂടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കും. ആരുടെയും റിമോട്ട് പോലെ അത് സ്വയം അതിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്തിട്ട് അത് വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും. അപ്പോൾ ടാക്സി ട്രയൽസ് ഒക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കി അതിൻ്റെ ആകാശത്തൂടെ അത് പറക്കുന്ന ട്രയലുകളൊക്കെ ഉടനെ തുടങ്ങും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു ഡ്രോണാണ്. ഇതിൻ്റെ ഭാരം, മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് 13.5 ടണ്ണാണ്. അതായത് തേജസ് വിമാനത്തിൻ്റെ അതേ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് ഇതിനുണ്ട്. 1.5 ടണ്ണിലധികം ആയുധങ്ങൾ ഇതിലുണ്ടാകും. അതായത് ഒരു വിമാനം പോലെ തന്നെ. പക്ഷെ വിമാനത്തിനേക്കാൾ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇത് പൈലറ്റ് ഇല്ല. അതുകൊണ്ട് ഇതിലെ ഒരു വിമാനം വെടിവെച്ചിട്ട്, ഇതിലെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടാലും മനുഷ്യനാശം ഉണ്ടാകുമെന്ന് പേടിക്കണ്ട. പിന്നെ ഇതിന് വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെൽത്താണ്. ഇപ്പൊ അമേരിക്കയുടെ F-35 F-22 റാപ്റ്ററോ ഒക്കെ പോലെ ഒരു സ്റ്റെൽത്താണ്. ഇതൊരു സ്റ്റെൽത്ത് ഡ്രോണാണ്. ഇതിന്റെ ഡിസൈൻ അങ്ങനെയാണ്. ഈ ടെയിൽലെസ് കോൺഫിഗറേഷൻ ആണ്. വാലില്ലാത്ത ഒരു വിമാനമാണ്. ഒരു ബാറ്റ് പോലെ, അതായത് നമ്മുടെ ഒരു വവ്വാല് പോലെ തോന്നും നമ്മൾ കണ്ടാൽ. ആ രീതിയിൽ പറന്നു നടക്കുന്ന ഒരു വിമാനമാണ് ഇത്. റഡാർ ക്രോസ് സെക്ഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഒരു വിമാനത്തിന്റെ എത്ര ഭാഗം റഡാറിൽ തെളിയും, അത് വളരെ കുറവാണ്. ഈ വിമാനത്തിന്റെ ഈ ഡ്രോണിന്റെ 98% റഡാറുകൾക്ക് അപ്രാപ്യമായിരിക്കും. വളരെ കുറഞ്ഞ ഒരു 1% 1.5% ഒക്കെ മാത്രമേ ഇത് റഡാറിൽ തെളിയുകയുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് പുറത്തല്ല, വിമാനത്തിന്റെ ഈ ബെല്ലി അടിഭാഗത്താണ്. സാധാരണ നമ്മൾ കാണുമല്ലോ മിസൈലുകളൊക്കെ ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഇതൊരു ഇന്റേണൽ ബേ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അകത്ത്. ആ വിക്ഷേപിക്കേണ്ട സമയത്ത് മാത്രം അവിടെ ഒരു വാതിൽ തുറന്നു വരും. ആ വാതിലിൽ നിന്നും ഈ ആയുധം പുറത്തേക്ക് വരും. അത് വിമാനത്തിൽ നിന്നും വേർപെടുത്തിയാൽ പിന്നീട് അത് സ്വതന്ത്രമായിട്ട് ആ മിസൈൽ പോയിട്ട് ശത്രുവിനെ ആക്രമിക്കും. അപ്പോൾ 1.5 ടൺ ആയുധങ്ങൾ വഹിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡ്രോണാണിത്. ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിന് ഇന്ത്യ തന്നെ വികസിപ്പിച്ച കാവേരി എഞ്ചിനാണ്. ഈ കാവേരി എഞ്ചിന് ഒരു വലിയ കഥയുണ്ട്. അത് സത്യം പറഞ്ഞാൽ വർഷങ്ങളെടുത്ത് 10-30 വർഷമായിട്ട് വികസിപ്പിച്ചിട്ട് തേജസ് വിമാനത്തിന് ശക്തി കൊടുക്കാൻ കാവേരി എഞ്ചിൻ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലാണ് അന്ന് അത് വികസിപ്പിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന് ഉദ്ദേശിച്ച അത്ര ത്രസ്റ്റ് നൽകാൻ പറ്റിയില്ല.
അതായത് രണ്ട് രീതിയിലാണ് ഒരു വിമാന എഞ്ചിന്റെ ശക്തി നമ്മൾ അളക്കുന്നത്. ഒന്ന് ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയും, രണ്ടാമത്തേത് വെറ്റ് ത്രസ്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ ബേണറുകൾ. അതായത് ഡ്രൈ ത്രസ്റ്റിൽ അതിന് പ്രത്യേകിച്ച് ആ എഞ്ചിനിൽ കൂടുതൽ ഫ്യൂവൽ ഇന്ധനം കൊടുക്കാതെ തന്നെ സാധാരണ രീതിയിലുള്ള ഇന്ധനം കൊണ്ട് അത് അച്ചീവ് ചെയ്യുന്ന ഒരു ശക്തി. നമ്മൾ കാറിന്റെ ഒക്കെ ആണെങ്കിൽ BHP എന്നാണ് പറയുന്നത്, വിമാനത്തിന്റെ ആകുമ്പോൾ അത് കിലോ ന്യൂട്ടൺ എന്ന് പറയും. അപ്പോൾ ഒരു 54 കിലോ ന്യൂട്ടൺ എങ്കിലും വേണ്ടിടത്ത്, അതായത് ആഫ്റ്റർ ബേണർ ഇല്ലാതെ 54 കിലോ ന്യൂട്ടൺ വേണ്ടിടത്ത് പിന്നെ ഈ കാവേരി എഞ്ചിന് 48 കിലോ ന്യൂട്ടൺ ഒക്കെ ഉൽപ്പാദിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. അത് മാത്രവുമല്ല, ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോഴും 72 കിലോ ന്യൂട്ടൺ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. 82 മുകളിൽ വേണം, 83, 84 കിലോ ന്യൂട്ടൺ ഉണ്ടെങ്കിലേ തേജസ് വിമാനത്തിന് ശക്തി കൊടുക്കാൻ അതിന് കഴിയുള്ളൂ. അപ്പൊ അത് കാരണം ആ എഞ്ചിൻ വികസിപ്പിച്ചെങ്കിലും അത് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴ് ഈ ബ്രഹ്മോസിന്റെ എഞ്ചിനീയർമാരുടെ സഹായത്തോടു കൂടിയിട്ട് അത് കൂടുതൽ ആ എഞ്ചിൻ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തു, മെച്ചപ്പെടുത്തി എടുത്തപ്പോൾ ആ എഞ്ചിന്റെ ഡ്രൈ ത്രസ്റ്റ് 53 കിലോ ന്യൂട്ടനായി, വെറ്റ് ത്രസ്റ്റ് 83 ആയെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ സർട്ടിഫിക്കേഷനൊക്കെ കഴിയേണ്ടതുണ്ട്. പക്ഷേ അത് ആഫ്റ്റർ ബേർണർ ഇല്ലാത്ത ആ എഞ്ചിൻ ആയിരിക്കും ഈ ഘാതക് ഡ്രോണിൽ ഉപയോഗിക്കുക എന്നുള്ളത് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഘാതക് ഡ്രോണിന് ശക്തി പകരാൻ ഈ ആഫ്റ്റർ ബേർണർ ഇല്ലാത്ത 53 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ മതിയാകും എന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ കാവേരി നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിൻ, തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച റഡാർ സംവിധാനങ്ങൾ, സെൻസറുകൾ, അതുപോലെ ഏവിയോണിക്സ് എന്ന് പറയുന്ന ഇതിൻ്റെ മുഴുവൻ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ, ഇതെല്ലാം ചേരുമ്പോഴേക്കും ഇതിന് വിദേശത്തു നിന്നും വളരെ കുറച്ച് മാത്രം സാധനങ്ങൾ ഇറക്കുമതി ചെയ്താൽ മതി, കോമ്പണൻസ്. അതായത് ഏതാണ്ട് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഈ ഘാതക് ഡ്രോൺ അങ്ങനെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ആര് വിചാരിച്ചാലും ഇതിനെ ഈ പരിപാടി ഡിലേ ചെയ്യാൻ ഇനി പറ്റില്ല. ഈ പ്രോജക്റ്റ് അതൊരു വലിയ ഒരു മുന്നേറ്റവും നേട്ടവുമാണ്. ഘാതക് ഡ്രോണ് 2028-29 29 ഒടുവിൽ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് മാറും, ഓപ്പറേഷണലൈസ് ചെയ്യും എന്നാണ്. അതിനു മുമ്പ് തന്നെ ഈ വർഷം തന്നെ പരീക്ഷണം ഇടയ്ക്കിടപെടുകയാണ് ഞാൻ ഇടയ്ക്കുന്നുണ്ട്. സാർ, ഇത് സാർ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ ഡ്രോൺ നമ്മൾ ഈ രാജ്യാന്തര തലത്തിൽ ആയുധ കച്ചവടത്തിലേക്കൊക്കെ ഇതിന്റെ മെറിറ്റിൽ വാങ്ങാൻ മറ്റു രാജ്യങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇതിന്റെ ഒരു ഇതിന്റെ പറയണേ സാർ. അല്ലല്ല, ചോദ്യം തീരട്ടെ, ഞാൻ പറയാം. ചോദിച്ചോളൂ. സാർ, അങ്ങനെ ഇത് മറ്റു രാജ്യങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ സാറ് പറഞ്ഞു റഡാറിൽ പോലും പെടാൻ കഴിയാത്ത രീതിയിലുള്ള മെറിറ്റാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഒക്കെ ഇത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ വികസനം, നമ്മുടെ ഈ ആയുധ വികസനത്തിൽ ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് ഒരു അതിശയമല്ലേ നമ്മുടെ ഈ തരത്തിൽ പുതിയ, ഇപ്പം സാറ് ബ്രഹ്മോസിലെ കാര്യം പറഞ്ഞു, മറ്റു പല ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ ഏറ്റവും മികച്ച ഒരു മെറിറ്റിനെ കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് സംസാരം അവസാനിപ്പിക്കാം. അതായത് മറ്റൊന്നുമല്ല സാർ, ഇത് മറ്റു രാജ്യങ്ങൾ നമ്മളിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യത കൂടി ഉണ്ടോ? നമുക്ക് ആയുധ കച്ചവടത്തിൽ നേട്ടമാകാൻ തരത്തിലുള്ള ഒരു ഡ്രോൺ തന്നെയാണോ ഘാതക് എന്നുകൂടെ ഒന്ന്, അതിന്റെ ഒരു ഗുണം, ഏറ്റവും ഒരു ഗുണവശം സാർ കുറച്ച് പറഞ്ഞു, അത് വിൽക്കാൻ സാധ്യതയുണ്ടോ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ പലതും വിദേശങ്ങളിലേക്ക് വിൽക്കുന്ന, പ്രത്യേകിച്ച് ബ്രഹ്മോസ് പോലുള്ള ആയുധങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾ ക്യൂ നിൽക്കുകയാണ്. UAE വരെ ഇപ്പോൾ വാങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോ ഇത് വിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇവിടെ ഇതിന്റെ ഒരു ഫുൾ വെർഷൻ എന്തായാലും തൽക്കാലം ഇന്ത്യ വിൽക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് ഈ 13.5 ടണ്ണുള്ള ഒരു സ്റ്റെൽത്ത് ഡ്രോൺ ലോകത്തിൽ തന്നെ ഇപ്പോൾ ഇല്ല. ലോകത്തിൽ മറ്റു പല രാജ്യങ്ങളിലും ഡ്രോണുകളുടെ കാര്യത്തിൽ ഇന്ത്യക്കാൾ മുന്നിലാണ്. പക്ഷെ ഇതുപോലുള്ള ഒരു ഡ്രോൺ ആരുടെ കൈവശവും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് 60 എണ്ണം ഇപ്പോൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 39,000 കോടി രൂപയുടെ പ്രോജക്റ്റാണിത്. 39,000 കോടി മുടക്കി 60 എണ്ണം ഇന്ത്യൻ സൈന്യം വാങ്ങിക്കും. അതിനുശേഷം വീണ്ടും നിർമ്മിച്ച് ഒരു 180ഓളം ഘാതക് ഡ്രോണുകൾ അടങ്ങുന്ന ഒരു ഫ്ലീറ്റ് ഇന്ത്യക്ക് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ സ്കെയിൽഡ് ഡൗൺ വെർഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യക്ക് മാത്രം ലഭ്യമാവുന്ന ചില
ഫീച്ചറുകളുണ്ട്, അത് പുറത്തു കൊടുക്കില്ല. അതില്ലാതെ അതിൻ്റെ മിനിമം ഫീച്ചറുകളുമായിട്ട് കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞ, കുറച്ചുകൂടെ കുറവ് ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു വെർഷൻ തയ്യാറാകും. അപ്പോൾ അത് തീർച്ചയായിട്ടും വിദേശങ്ങൾക്ക് വിൽക്കാം. കാരണം ഇത് തന്നെ വിറ്റാൽ നമുക്ക് തൽക്കാലം ഒരു അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജ് നമുക്ക് നഷ്ടപ്പെടും. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ തേജസ് 1A, റഫാല്, അതുപോലെ AMCA, നമ്മളിപ്പോൾ നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമാണ് AMCA. അപ്പൊ അതിനോടൊക്കെ ഒപ്പം ഈ വിമാനവും ഓപ്പറേറ്റ് ചെയ്യും. അതായത് ഒരു പൈലറ്റുള്ള ഒരു ആധുനിക യുദ്ധവിമാനം എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും ഇത് പാകിസ്ഥാന് മേൽ വലിയ മേൽക്കൈ ഉണ്ടാവും. സപ്രഷൻ ഓഫ് SEAD എന്നൊരു വാക്ക് ഈ വ്യോമസേനയിൽ ഉള്ളവരൊക്കെ ഉപയോഗിക്കുക. അതായത് സപ്രഷൻ ഓഫ് എനിമി ഡിഫൻസസ് എന്ന്. ഡീപ് സ്ട്രൈക്കുകൾ ഉള്ളിലേക്ക് കയറി, പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കയറി ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ലക്ഷ്യമാണ് ഇതിനുള്ളത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ എയർഫോഴ്സിനും വലിയ മേൽക്കൈ നൽകും. നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് മുൻപേ ഇത് സഞ്ചരിക്കും. ഒരു ക്യാറ്റ്സ് വാരിയർ പോലെ, ഒരു സഖാവ് പോലെ. അതായത് ഈ നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും. യുദ്ധവിമാനത്തിലിരിക്കുന്ന പൈലറ്റിന് പലപ്പോഴും കമാൻഡുകളിലൂടെ ഈ വിമാനത്തെ നിയന്ത്രിക്കാം. ആരുടെയും കമാൻഡ് ഇല്ലാതെ തന്നെ സ്വതന്ത്രമായിട്ടും ഇത് പ്രവർത്തിക്കും. അങ്ങനെയുള്ള ഒരു വിമാനമാണ്. ഇതിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് ഇതിന് ഏറ്റവും വലിയ അതിൻ്റെ ഒരു മേൽക്കൈ. ഈ വിമാനത്തിൽ സാധാരണ ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പോലുള്ള എയർ ടു എയർ മിസൈലുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത പല അസ്ത്ര 1 എന്ന എയർ ടു എയർ മിസൈൽ 160 കിലോമീറ്റർ അകലെ പോയിട്ട് ശത്രു വിമാനത്തെ തകർക്കാൻ ശേഷിയുള്ള ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈല്, ആ മിസൈലും ഇതിൽ ഘടിപ്പിക്കും. അതായത് ഇത് ഉപയോഗിച്ച് ശത്രു വിമാനങ്ങളെയും തകർക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഇത് മൾട്ടി ഡയമെൻഷനിലാണ്. പൊതുവിടത്തിൽ ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കുള്ള മേൽക്കൈകളുണ്ട്. അത് സർക്കാർ തീർച്ചയായിട്ടും അത് വിടാറില്ല അത്തരം വിവരങ്ങൾ. പക്ഷെ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് അവര് പുറത്തു വിടും. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ ഘാതകിന്റെ മേന്മ വളരെ വലുത് തന്നെയാണ്, അല്ലേ സാർ? തീർച്ചയായിട്ടും, അതെ. തീർച്ചയായിട്ടും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നവർക്ക് നമുക്ക് വീണ്ടും ചർച്ചകളിലൂടെ പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കാം. നന്ദി. താങ്ക് യു സാർ.